എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നതാണ്. കേരള സംസ്ഥാനത്തെ ഞെട്ടിക്കുന്ന ഒരു കേസിന്റെ തെളിവുകളുമായിട്ടാണ് ഞാൻ ഇവിടെ ഏറ്റവും ഒടുവിൽ മേയറുടെ കാര്യത്തിൽ അവരെന്ത് തെറ്റാണ് ചെയ്തത്? ഇത് അരുതാത്തതാണ്, ഇത് ശരിയായ നിലപാടല്ല എന്ന് പറയാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും എന്ത് തോന്നുന്നില്ല? അത് ഞാൻ ഇതിലേ കേട്ടു, ഇതിലേ വിട്ടു. പോട്ടെ പോട്ടെ പോട്ടെ. എന്താ പറയുന്നത്? എന്താ തുപ്പുന്നത്? എന്താ വിസർജിക്കുന്നത്? ഞാൻ വരുന്ന വഴിക്ക് അവനോട് എന്റെ കണ്ണിപ്പെടാതെ നടന്നോളാൻ പറ. അവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എന്ത് വിവരക്കേടും വിളിച്ചു പറയാമെന്നാണോ കേരളത്തിൽ? നിന്റെ വേഷം കെട്ട് എന്നോട് എടുക്കണ്ട. നിന്നേക്കാൾ ഒരുപാട് ഓണം കൂടുതൽ ഉണ്ടവനാ ഞാൻ. ഓണം കൂടുതലുണ്ടെന്ന് വിചാരിച്ച് ബുദ്ധി വർദ്ധിക്കണമെന്നില്ല. എന്തേ ബാലുശ്ശേരി എംഎൽഎക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ അവകാശമല്ലേ? അവരൊക്കെ മാതൃകാപരമായ ജീവിതം നയിക്കുന്നവരാണ്. ചുരുക്കി പറഞ്ഞ നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി അല്ലേ? അതുകൊണ്ട് പാപ്പച്ചനെ വെറുതെ വിടണം. നിരപരാധിയാണ്, 100% നിരപരാധിയാണ് യുവർ ഓണർ. ഈ സംഭവത്തിന്റെ ആദ്യ മണിക്കൂറുകൾ ഇടപെട്ട ആളാണ്. നിരന്തരമായ പരിശീലനം, ഇതിനാവശ്യം ഏകാഗ്രത, കൈവെടിയരുത്. മോഷണം ഒരു കലയാണ്, ശാസ്ത്രമാണ്, ശക്തിയല്ല ബുദ്ധിയാണ് ഈ ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശീലം. ഒരു തെറ്റും ചെയ്യാത്തവരെ കുറെ നേരമായല്ലോ, എന്തൊരു ബോറാ. അവൻ കലാകാരനല്ലേ, കുറെ സമയം എടുക്കും. അങ്ങേയറ്റം അസഭ്യ വർഷമാണ് അവർ ആക്രമിക്കപ്പെടേണ്ടി വരുന്നത്. കേരളത്തിന്റെ സംസ്കാരത്തിന് ചേർന്നതാണ്. പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടി. തുടങ്ങിയിട്ട് ആദ്യത്തെ കോൺട്രാക്ടർ ഡിലേ വരുത്തിയപ്പോൾ അത് മാറ്റിയിട്ട് പുതിയൊരു കോൺട്രാക്ട് കൊടുക്കുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് ദ്രുതഗതിയിൽ തന്നെയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. രാവും പകലും പണി നടക്കുന്നുണ്ട്. PW മിനിസ്റ്റർ മിക്കവാറും എല്ലാ ദിവസവും വൈകുന്നേരം വന്ന് ഇൻസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് ശരിയാക്കി തരുമോന്ന്? എങ്ങനെ? മഴക്കാലം തീരുന്നതിന് മുമ്പ് ഇതിന്റെ പണ്ടാരം അടങ്ങുമോ? യഥാർത്ഥത്തിൽ മാർച്ച് മാസത്തിൽ ഇത് തീർക്കുമെന്ന് പറഞ്ഞതായിട്ടാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. അമ്മ കൊടുത്ത വാക്കെന്തുവാ? അല്ലാതെ അബദ്ധത്തിൽ പറഞ്ഞു പോയതല്ലേ എന്റെ വാസുണ്ണി. അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നല്ലോ, മാർച്ച് മാസത്തിനുള്ളിൽ തീർക്കും. എന്നിട്ട് എന്തായി? എന്തൊക്കെ ബഹളമായിരുന്നു. ഇപ്പൊ ഈ വെള്ളക്കെട്ടിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. വെള്ളക്കെട്ട് തുടങ്ങി മഴ തുടങ്ങി കഴിയുമ്പോ കുറച്ച് തൂമ്പായും കാര്യങ്ങളുമായി വന്നിട്ട് വൃത്തിയാക്കാൻ നോക്കുകയാണ്. പത്രത്തിന്റെ ഫ്രണ്ട് പേജിലാണ് വെണ്ടയ്ക്ക അക്ഷരത്തിൽ വാർത്ത വന്നിരിക്കുന്നത്. ഇനി നിന്നെയൊന്നും എനിക്ക് ആവശ്യമില്ല. ഞാൻ പറഞ്ഞ വലിയ നീരൊഴുക്കാവുള്ള തോടുകളിലൂടെ ഒരിക്കലും മനുഷ്യർക്ക് ഇറങ്ങി അവിടെ വൃത്തിയാക്കാൻ കഴിയില്ല. അതിന് നല്ല എക്യുപ്മെന്റ്സ് വേണം. എന്തുകൊണ്ടാണ് അത്തരം എക്യുപ്മെന്റ്സ് കൊണ്ടുവന്ന് ശരിയായ രീതിയിലുള്ള ചെളിയെടുക്കൽ, ചെളി വാരൽ നടത്തുവാൻ ഈ നഗരസഭകൾക്ക് കഴിയാതെ പോകുന്നത്? ഇതിനിടയിൽ എന്താ സംഭവിച്ചത്? പിന്നെ സാറേ, കള്ളന്മാരും പോലീസുകാരാണല്ലോ ഈ നാട് ഭരിക്കുന്നത്. ഓരോ ഗുണ്ടകളെടുത്ത് 4 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് നാട് പരിപാടിയും ചെയ്തു. അതിനുള്ള ഫണ്ടുകൾ പല രീതിയിൽ കൊടുക്കുന്നു. ഞാനും അതാ ആലോചിക്കണേ, എങ്ങനെയാണ് നഗരത്തിൽ ശരിയായ രീതി? ഇപ്പൊ മേയർക്ക് എന്താണ് പറയാനുള്ളത്? ജനാധിപത്യം നടപ്പിലാക്കാൻ ഒരുപാട് പണം. ഈ ആഴ്ച കണ്ണൂരിൽ നടക്കാൻ പോകുന്ന പാർട്ടികളുടെ സംസ്ഥാന സമ്മേളനത്തിന് ഇവിടെ എത്ര പേർ സംഭാവന തന്നിട്ടുണ്ട്? ഇത് വലിയ ശല്യമായല്ലോ. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഘട്ടത്തിൽ മേയർ വന്ന് എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്, റോബോട്ട് എവിടെ പോയി, ഇതൊക്കെ പറയേണ്ട ആളാണ്. തട്ടിക്കൊണ്ടുപോയി ആ സംഗതി കറങ്ങി തിരിഞ്ഞിപ്പോ എന്റെ തലയിലായി. എവിടെ പോകുന്നു എന്നാണ് പറയുന്നത് മഞ്ജുഷ്? മേയർ എവിടെ പോകുന്നു എന്നാണ് പറയുന്നത്? ഞങ്ങൾ ആരും ഇവിടെ കാണുന്നില്ല. അതാ സാർ പറഞ്ഞു വരുന്നത്, എന്റെ ഒരു ഫ്രണ്ട്. നീ ഒന്നും പണയണ്ട എടാ, ഈ കാരണം പറഞ്ഞ് നമ്മൾ തമ്മിൽ ഉടക്കുമെന്നും കാക്കാത്തേനോട്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഈ മഴ വരുമ്പോ മാത്രം മേയർക്ക് തിരക്ക് എന്ന് പറഞ്ഞ മഴയ്ക്ക് മുമ്പാണ് മേയർക്ക് തിരക്ക് വരേണ്ടത്. അതെ, നീ ഇവിടുത്തെ ആരാ? അയ്യോ, അത് പിന്നെ ഒരു നേരും നെറിവും മനസാക്ഷിയും ഒക്കെ ആയിക്കൂടെ? മേയർ അന്വേഷിച്ചോ എന്തുകൊണ്ടാണ് ഈ ശുചീകരണ പ്രവർത്തനം നടത്താത്തത്? ഞങ്ങളൊക്കെ ചോദിക്കുമ്പോ പറയാം 50% കഴിഞ്ഞു, ഇവിടെ തുടങ്ങിയിട്ടില്ല. ഇനി നമ്മളിപ്പോ എന്താ ചെയ്യാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളിപ്പോ എന്താ ചെയ്യുക? ഇതുപോലുള്ള മഴയൊക്കെ അപ്രതീക്ഷിതമായി കേരളത്തിൽ എല്ലാ കാലത്തും വരുന്നതല്ലേ. അപ്പൊ അതുപോലൊരു മഴ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മഴക്കാല പൂർവ്വ പ്രവർത്തനം ശരിയായി ചെയ്യാത്തത്? ഇപ്പൊ കൊച്ചി നഗരസഭയുടെ മേയർ, താങ്കൾ പറഞ്ഞു അദ്ദേഹം ടെലിഫോൺ ലൈനിൽ വരും എന്ന് പറഞ്ഞു. എനിക്ക് ഉറപ്പാണ് അദ്ദേഹം വരാൻ സാധ്യത വളരെ കുറവാണ്. കാര്യം അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഇവിടെ ഒരു പ്രവർത്തനവും പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല എന്ന്. മഴ വരുമ്പോ ഞാൻ തിരക്കിലാണ്, ഞാൻ മഴയത്ത് ഇറങ്ങി നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും അതിന് കാര്യമില്ല. നിന്നെ കൊണ്ട് സാധിക്കില്ല, അത് തന്നെ കാര്യം. മഴയ്ക്ക് മുമ്പായിട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഇവിടെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നഗരസഭകൾക്ക് കൃത്യമായി ചെയ്യാത്ത നഗരസഭകൾക്ക് നിർദ്ദേശം കൊടുത്ത് ചെയ്യിപ്പിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇതാണ് നമ്മുടെ നാടിന്റെ ശാപം. ഗാന്ധിജി വിഭാവനം ചെയ്ത ഇന്ത്യ ഇനിയും എത്രയോ ദൂരെ. മേയർ എന്ന് പറയുന്നത് പൂർണ്ണ പരാജയമായിരിക്കുന്നു. കൊച്ചിയിൽ മാത്രമല്ല, തിരുവനന്തപുരത്ത് പരാജയമല്ലേ? തിരുവനന്തപുരത്ത് ഒരു മേയർ ഉള്ളത് KSRTC ബസ് തടയാനാ പോകുന്നത്. ഇപ്പോഴും SFI-കാരിയാണെന്നാണ് വിചാരം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്? അവർക്ക് ഇപ്പോഴും താൻ ഒരു മേയർ ആണെന്നോ താൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നതെന്നോ ഉള്ള തോന്നല ആ കുട്ടിക്ക് വന്നിട്ടില്ല.
അങ്ങനെ പറഞ്ഞാൽ ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാണ് വിചാരം. അവിടെ ബസ് തടയാനും അതുപോലെ ഡ്രൈവറിനെ ചീത്ത വിളിക്കാനും പോവുകയാണ്. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്ന കേട്ടിട്ട് പരിശോധനക്ക് തയ്യാറായിട്ട് തന്നെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ബസ്സിന് കുറുകെയല്ല കാർ കിടക്കുന്നത്. KSRTC ഡ്രൈവറുമായുള്ള നടുറോഡിലെ തർക്കത്തിൽ തിരുവനന്തപുരം മേയറുടെ വാദം പൊളിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പിണ്ടാക്കിയതാണോ? സത്യമാണെന്ന് അങ്ങനെ ഒരു തനി നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. മേയർ സഞ്ചരിച്ച കാർ ബസ്സിന് കുറുകെയിട്ടതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ബസ് തടങ്ങില്ല എന്നായിരുന്നു ആര്യ രാജേന്ദ്രന്റെ വാദം. ഇനി നിൽക്കേണ്ട വലിയ അത് സിഗ്നലാണ്. സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത്. അവൻ മൈന ചമ്മിപ്പോയി. ആരുടെയും മുഖത്ത് നോക്കാനാവാതെ മൈന ചമ്മി ചമ്മി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു മൈനക്കൻ ഇതുപോലെ പറ്റരുത് ദൈവമേ. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ? ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. ആ ഡ്രൈവറെയാണ് ജാഗ്രത കുറവുണ്ടായത്. താനും ദൂളത്തരവാടാ ഈ പറയുന്നത്. സംഭവം നടക്കുമ്പോ താൻ എവിടെയായിരുന്നു? നമ്മൾ താഴത്ത്. അദ്ദേഹത്തിന് എതിരായിട്ട് മുമ്പ് ഇതേപോലുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ആ ഡ്രൈവർ ശരിയല്ലാതെ രീതിയിൽ ആംഗ്യങ്ങൾ കാണിച്ചതിന്റെ ഭാഗമായിട്ട് വന്ന പ്രശ്നമാണ്. അപ്പോഴാണ് ചോദിക്കാൻ പോയത്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. ആ ഡ്രൈവറെ എന്തിനാണ് കുറ്റപ്പെടുന്നത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അയാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അയാൾ വളരെ ഇന്നസെന്റ് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? തന്നെയല്ല, ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിട്ട ചിത്രങ്ങൾ കണ്ടാൽ തന്നെ അയാളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലാവും. നീ ഒന്ന് ശരിക്ക് തള്ളേ. അല്ല, ബസ്സിന് കുറുകെയല്ല കാർ കിടക്കുന്നത്. നാളത്തെ ചർച്ചയിൽ എന്നേലൊക്കെ നടക്കും. നടന്നാ കൊള്ളാം. ഇലക്ഷനൊക്കെ നിന്ന് നാട്ടുകാരൊക്കെ പറ്റിച്ച് നൈസായിട്ട് അങ്ങ് ജീവിച്ചു പോയപ്പോഴാണ്. ശ്രീ ആര്യാചന്ദ്രൻ, AKG സെന്റർ വിഷയത്തിൽ എന്തുകൊണ്ട് ഇപ്പോഴും 58 ദിവസമായിട്ടും ഒരു തുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല? അതിന്റെ അന്വേഷണം കാര്യക്ഷമമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. കഷ്ടമാണ്. ഞാൻ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് ജീവിക്കണം. അന്വേഷണം നല്ല പുരോഗതിയിലാണ് എന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതിന്റെ കാര്യങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കോമഡി പറയുന്നവരെ ഐശ്വര്യ റോയ്ക്ക് വരെ ഇഷ്ടാവട്ടോ. സത്യമായിട്ട് സാറേ, ഞാൻ താനൊന്നും പറയണ്ട. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. പിന്നെ അധികം വിയർക്കാതെ തന്നെ അല്ലെങ്കിൽ അധികം താമസിക്കാതെ തന്നെ കോൺഗ്രസ് വിയർക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ച് കോൺഗ്രസ്സുകാരും ആ തൂപ്പ് പാർട്ടിക്കാരും ഒന്ന് ഞെട്ടിക്കോട്ടെ എന്ന് കരുതി തന്റെ വിവരമില്ലായ്മയ്ക്ക് ഞാനും കൂടി സമാധാനം പറയണോ? ഇവിടെ എന്ത് കണ്ടെത്തി, എന്ത് അന്വേഷിച്ചു, എന്ത് കൃത്യമായ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് സർക്കാർ വാദിക്കുന്നത്? മനസ്സിലാകുന്നില്ല. പണിക്കിറങ്ങിട്ട് 5-8 കൊല്ലം ഇതിനൊക്കെ എന്തിനു കൊള്ളാടാ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. നീയൊക്കെ കൂടി എന്റെ അന്നം മുട്ടിക്കുവാണ്. അധികം താമസിക്കാതെ തന്നെ അതിൽ ഉൾപ്പെട്ട ആളുകളെല്ലാം പുറത്തു വരും എന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കേസ് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ? ഇനി തള്ളല്ലേ, താങ്ങും. കേരളത്തിൽ വ്യാപകമായി CPM എന്തോ ആക്രമണം അഴിച്ചുവിടുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. പറഞ്ഞത് ശരിയല്ലേ? എവിടെയാ CPM ആക്രമിച്ചത്? ആരെയാ CPM ആക്രമിച്ചത്? സാർ ഇത്രയും വലിയ ഉടായിപ്പോയി. 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തിയോ? അമർത്തി. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.